ബാംഗ്ലൂരത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കോയമ്പത്തൂർ വന്നു. കോയമ്പത്തൂർ ഏർലി മോർണിംഗ് വന്നിട്ട് ഒരു 6:30 ആ ടൈമിൽ നമ്മൾ കോയമ്പത്തൂർ എത്തി. ഒരു ചായയൊക്കെ കുടിച്ചു, കസ്റ്റമറെ കോണ്ടാക്ട് ചെയ്തു. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കോയമ്പത്തൂർ വന്നിട്ട് ഒരു അരമണിക്കൂറോളം പോസ്റ്റായി. പിന്നെ നമുക്കിവിടെ ഒരു ഹോം സ്റ്റേ ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ട് പോവുകയാണ്. അവിടെ നിന്ന് നമ്മൾ കോയമ്പത്തൂർ ഒരു 7-8 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. കുറേ ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഏർലി മോർണിംഗ് ആയതിൻ്റെ വലിയ പോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു റോഡിൽ. നമ്മൾ ടയേർഡായിട്ടാണ് വന്നത്. ബാംഗ്ലൂരത്തെ വർക്കും കാര്യങ്ങളെല്ലാം നൈറ്റ് തന്നെ നമ്മളിവിടുന്ന് സ്ലീപ്പർ ബുക്ക് ചെയ്ത് അവിടുന്ന് പോന്നു. ഉറക്കമൊന്നും നല്ല രീതിയിൽ ശരിയായില്ല. മോർണിംഗ് തന്നെ കോയമ്പത്തൂർ എത്തുകയും ചെയ്തു. പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന തിരക്കിലാണ്. നമ്മളവിടെ ഹോം സ്റ്റേയിലെത്തി. അത്യാവശ്യം ബ്രിട്ടീഷ് ശൈലിയിലുള്ളൊരു വീടാണ്. നല്ല രസമുണ്ട്. മലയാളികളാണ്. അതൊരു കൊട്ടാരക്കര, നാട് കൊട്ടാരക്കരയാണ്. സ്പേഷ്യസ് ആയിട്ട് ഒരു വീട് പോലെയാണ്. കുറേ ബുക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് വായിക്കാനൊക്കെ. അതിനകത്ത് തന്നെ ഒരു 3 റൂംസോളം ഉണ്ട്. ഡൈനിങ് ടേബിൾ, കിച്ചൺ, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നോർമലി നമ്മൾ കസ്റ്റമർ എടുക്കുന്ന റൂമാണ് കേട്ടോ ഇത്. ലൈറ്റ് ഇട്ടിട്ടില്ല, ലൈറ്റ് ഇട്ടില്ല കാണിക്കാം. ഇതാണ് റൂം. അത്യാവശ്യം വലിയ സ്പേസസ് ആയിട്ടുള്ള റൂമാണ്. അവിടുത്തെ ഏറ്റവും വലിയ റൂമായിരുന്നു കേട്ടോ നമുക്ക് അറേഞ്ച് ചെയ്തത്. 3 റൂംസ് ഉള്ളത് ഏറ്റവും വലിയ റൂമാണിത്. മൊത്തത്തിൽ അതിൻ്റെ ഒരു വ്യൂ കാണിക്കാം കേട്ടോ. അലമാരിയൊക്കെ കണ്ടോ, നമുക്കൊരു ആയുഷ്കാലത്തേക്കുള്ള സാധനങ്ങൾ മുഴുവൻ എടുത്തു വയ്ക്കാനുള്ള അത്രയും സ്പേസും കാര്യങ്ങളും ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഫുഡും കാര്യങ്ങളും എല്ലാം അവർ തന്നെ ചെയ്യും. ഇത് പിന്നെ കസ്റ്റമർ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത ഫുഡാണ്. എല്ലാം ചിക്കൻ്റെ വിഭവങ്ങൾ, മൊത്തം ചിക്കൻ്റെ ഐറ്റംസ്.